SSLC റിസൾട്ടിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക അറിയിപ്പും റിസൾട്ട് അറിഞ്ഞാലുടൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. SSLC റിസൾട്ട് ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് പ്രഖ്യാപിക്കും. ഔദ്യോഗിക ഫലപ്രഖ്യാപന ശേഷം സഫലം എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വേഗത്തിൽ അറിയാവുന്നതാണ്. അതോടൊപ്പം PRD ലൈവ് ആപ്പിലൂടെയും നിങ്ങളുടെ റിസൾട്ട് വേഗത്തിൽ അറിയാവുന്നതാണ്. മറ്റ് ലിങ്കുകൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമന്റായി നൽകുന്നതാണ്. SSLC പരീക്ഷ റിസൾട്ട് വന്നാലുടൻ നിങ്ങൾ ഇക്കാര്യം ചെയ്യുക. നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ ഗ്രേഡ് ആണ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടി എന്ന് അറിയുന്നതിനുള്ള വിദ്യയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓരോ ഗ്രേഡിനും ഓരോ മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് A+ന് 9, E ഗ്രേഡിന് 1 മാർക്ക് എന്ന രീതിയിൽ 1 മുതൽ 9 വരെ നിങ്ങൾ ഓരോ ഗ്രേഡിനും വാല്യൂ നൽകേണ്ടതാണ്. ഇനി നമുക്ക് ഒരു മോഡൽ നോക്കാം. ഈ മോഡലിൽ മലയാളം A+, അറബിക് A+, മാത്സ് B, ബയോളജി A, ഫിസിക്സ് A, കെമിസ്ട്രി C, ഇംഗ്ലീഷ് D+, ഹിന്ദി A, സോഷ്യൽ സയൻസ് A, IT A+ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നിനും ഓരോ ഗ്രേഡ് നൽകിയതിനു ശേഷം ഇവ ടോട്ടൽ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ടോട്ടൽ 72 ലഭിക്കുന്നു. ഈ ടോട്ടലിനെ 100 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 90 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേഡ് പെർസെന്റേജിലേക്ക് ആക്കിയത് എത്രയാണെന്ന് അറിയാൻ സാധിക്കുന്നു. ഇവിടെ 80% ലഭിച്ചത്. ഇതുപോലെ നിങ്ങളുടെയും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.